അമ്മ എഴുന്നേറ്റപ്പോൾ അമ്മയുടെ കൂടെ ഞാനും അങ്ങ് എഴുന്നേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ മാത്രം റെഡിയായി പോകണ്ട, ചിലപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോയാലെന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ നിന്ന് നല്ല മൂഡിലായതുകൊണ്ട് അമ്മയുടെ കൂടെ കുറച്ച് നേരം കളിക്കാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ പുതപ്പെടുത്ത് കടിക്കാൻ തുടങ്ങി. പുതപ്പ് കഴിച്ച് വിശപ്പ് മാറ്റണ എൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടുകൊണ്ട് അമ്മ എനിക്ക് പാല് തന്നു. പാലുമുപ്പി എങ്ങനെ കൈകൊണ്ട് പിടിക്കാണ്ട് സ്വന്തമായി അത് ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് തരുമെന്ന് അറിയാൻ വേണ്ടി നിൽക്കായിരുന്നു. പക്ഷേ നടന്നില്ല. ഈ വീട്ടിൽ എൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് പാലും ഞാൻ തന്നെ പിടിച്ച് കുടിക്കാൻ പഠിച്ചു തുടങ്ങി. കുറച്ച് നേരം കാലിലെ വിരലൊക്കെ എണ്ണി ഞാൻ ഇങ്ങനെ അമ്മയുടെ കൂടെ കളിച്ച് ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെ കളിച്ചും ചിരിച്ച് അമ്മയുടെ കൂടെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ സമയം പോയാൽ അമ്മ അറിഞ്ഞില്ല. കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകാനുള്ളതാണ്. പക്ഷെ അമ്മേനെ വിടരുതെന്നായിരുന്നു ഇന്നത്തെ എൻ്റെ പ്ലാൻ. അങ്ങനെ എന്നെ ഹോളിൽ കൊണ്ട് കിടത്തിയ ഒരു ടോയും തന്നു. അതിങ്ങനെ തന്നെ നീങ്ങുന്നതുകൊണ്ട് എനിക്ക് കരയാനും പറ്റുന്നില്ല, ചിരിക്കാനും പറ്റുന്നില്ല. അവസരം ഞാൻ അവിടെ കുറച്ച് നേരം കളിച്ച് കിടന്നു. പിന്നീടാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്. എന്നെ ഹോളിൽ കൊണ്ട് കിടത്തിയത് അമ്മയ്ക്ക് റെഡി ആവാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചിരിച്ച് കളിച്ചിട്ട് കാര്യമില്ല. അപ്പോഴും അമ്മ പോകും. ഇങ്ങനെ കരഞ്ഞ് അമ്മയുടെ കൂടെ തന്നെ നടക്കാം. അപ്പോൾ അമ്മൂമ്മ ഒന്നും എടുക്കില്ല, അമ്മയുടെ കൂടെ തന്നെ ഇരിക്കാമല്ലോ. അപ്പോൾ അമ്മ പോവില്ല എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ എൻ്റെ പ്ലാനുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി അമ്മൂമ്മ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്നൊക്കെ എന്നെ പിടിച്ച് വലിക്കാൻ തുടങ്ങി എടുക്കാനായിട്ട്. ഞാനാണെങ്കിൽ എങ്ങനെയും എൻ്റെ അമ്മേനെ പിടിച്ചിവിടെ നിർത്താൻ നോക്കുമ്പോൾ ഈ അമ്മൂമ്മ ഒന്നും സമ്മതിക്കുന്നില്ല. ഈ പുലർച്ചെ തന്നെ ഇവർ എന്നെ കൊണ്ട് ഭയങ്കരമായിട്ട് പണി എടുപ്പിക്കുന്നുണ്ട്. ഞാൻ ഇത്രയൊക്കെ ഡ്രാമ ഇറക്കിയിട്ടും ഒന്നും അറിയാത്ത പോലെ പിന്നിരുന്ന് പണി എടുക്കുന്നു എൻ്റെ അച്ഛൻ. ആദ്യമൊക്കെ സങ്കടമായെങ്കിലും പിന്നെ ഞാനങ്ങ് തോറ്റു കൊടുത്തു. കാരണം എനിക്ക് ടോയ്സും ഡയപ്പറൊക്കെ വാങ്ങാനല്ലേ അമ്മ പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ ബൈ പറഞ്ഞ് ഞാനിങ്ങനെ അമ്മൂമ്മയുടെ കൂടെ ഇരുന്നു.